കരിവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് ഇഡി വീണ്ടും CPM നേതാക്കളെ പിടിമുറുക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഈ കള്ളപ്പണ കേസിൽ CPM നേതാക്കളെ പ്രതി ചേർക്കാനാണ് ഇഡിയുടെ നീക്കം. 2011-2021 കാലത്തെ തൃശൂർ ജില്ലാ സെക്രട്ടറിമാരെ പ്രതി ചേർക്കാനാണ് നിലവിലെ ശ്രമം. കെ രാധാകൃഷ്ണനെ ചോദ്യം ചെയ്തത് വൈകുന്നതിനാൽ തന്നെ കേസിൽ അന്തിമ കുറ്റപത്രം സമർപ്പിക്കുന്നത് വൈകും. പാർലമെന്റ് സമ്മേളനത്തിന് ശേഷം മാത്രമേ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ കഴിയുകയുള്ളൂ എന്ന് കെ രാധാകൃഷ്ണൻ നേരത്തെ അറിയിച്ചതുമാണ്. സഹിൻ ആന്റണിയുടെ സഹിൻ, ഈ ഇഡി കഴിഞ്ഞ ദിവസമാണ് അന്വേഷണ ഉദ്യോഗസ്ഥനെയൊക്കെ കരിവന്നൂർ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനെയൊക്കെ മാറ്റി മറ്റൊരു ഉദ്യോഗസ്ഥൻ, ചെന്നൈയിൽ നിന്ന് വരുന്ന ഉദ്യോഗസ്ഥൻ അന്വേഷണ ചുമതല ഏറ്റെടുക്കാൻ പോകുന്നു. അങ്ങനത്തെ കാര്യങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നു. മറ്റൊരു ഭാഗത്ത് രണ്ടാം ഘട്ട കുറ്റപത്രം സമർപ്പിക്കാൻ ഈ മാസം തന്നെ സമർപ്പിക്കാനാണ് ഇഡി തിരക്കിട്ട് നീക്കം നടത്തുന്നത്. അതിനിടയിലാണ് കൂടുതൽ പേരിലേക്ക് അന്വേഷണം എത്തുന്നത്. എങ്ങനെയാണ് ഇഡിയുടെ കരിവന്നൂർ കേസുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതിയ നീക്കങ്ങൾ? തീർച്ചയായിട്ടും ചെയ്തു. അതായത് കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് അന്തിമ കുറ്റപത്രം സമർപ്പിക്കാൻ ഒരുങ്ങുകയായിരുന്നു ഇഡി. പക്ഷേ ഇപ്പോൾ ആ അന്തിമ കുറ്റപത്രം സമർപ്പിക്കുന്നത് ഒരു പ്രതിസന്ധിയിലാണ്. കാരണം കെ രാധാകൃഷ്ണൻ MPയെ ഇഡിക്ക് ചോദ്യം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നതോടുകൂടി മാത്രമേ ഈ അന്തിമ കുറ്റപത്രം പൂർത്തിയാകുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ മാസം സമർപ്പിക്കാനായിരുന്നു തീരുമാനിച്ചിരുന്നത്. പക്ഷേ നിലവിലെ അവസ്ഥയിൽ ഈ മാസം അന്തിമ കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയുകയില്ല. കാരണം കെ രാധാകൃഷ്ണൻ MP അദ്ദേഹം പാർലമെൻറ്റ് സമ്മേളനത്തിലാണ്. പാർലമെൻറ്റ് സമ്മേളനം അടുത്ത മാസം ആദ്യ മാത്രമേ അവസാനിക്കുകയുള്ളൂ. അതിനുശേഷം മാത്രമേ താൻ ചോദ്യം ചെയ്യലിന് ഹാജരാകുമെന്നാണ് അദ്ദേഹം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ അറിയിച്ചിരുന്നതും. മറ്റൊന്ന്, ഇഡി കൂടുതൽ പ്രതികളെ ഇതിലേക്ക് ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതും CPMന്റെ പ്രാദേശിക നേതാക്കളെ അടക്കം പ്രതിസ്ഥാനത്തേക്ക് കൊണ്ടുവരാനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നീക്കം ആരംഭിച്ചിരിക്കുന്നത്. 2011-2021 കാലഘട്ടങ്ങളിൽ തൃശ്ശൂരിലെ CPM ജില്ലാ സെക്രട്ടറി ആയിരുന്ന ആളുകളെയും പ്രതിസ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു നീക്കം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആരംഭിച്ചിരിക്കുകയാണ്. സേതു. ഓക്കെ സഹിൻ, കരിവന്നൂർ കേസിൽ CPM നേതാക്കളെ പ്രതി ചേർക്കാനുള്ള ഇഡി നീക്കം വിവരങ്ങൾ നൽകുകയായിരുന്നു സഹിൻ ആന്റണി, കൊച്ചിയിൽ.